പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഹരികുമാർ മാവേലിക്കര, കൃഷി ഓഫീസർ മാന്നാർ, നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഹരിതപാഠം. എനിക്ക് എൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യണമെന്ന് ഉള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട്. അതിന് തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ വളരെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതി പോലുള്ള 365 ദിവസവും നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ഓണത്തിന് നമ്മൾ കൂടുതൽ പച്ചക്കറി ആവശ്യമുള്ള സമയത്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമ്മളത് കൃഷി ചെയ്ത് വിളവെടുക്കുന്നു. അത് ആ ഒരു പദ്ധതി പ്രകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല വേണ്ടത്. ആ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ സമൃദ്ധമായി വിളവെടുത്ത് ഓണസദ്യ ഒരുക്കിയ അതേ മനസ്സോട് തന്നെ തുടർന്നും നമ്മൾ കൃഷി ചെയ്യണം. കാരണം നമുക്ക് 365 ദിവസവും നമുക്ക് പച്ചക്കറി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് തുടർ പദ്ധതിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനാണ് ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ നമുക്ക് എന്താണോ പോരായ്മ അത് നമ്മൾ പരിഹരിക്കാനുള്ള നടപടികളാണ് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടത്. അതായത് ഒന്നാമത് നമുക്ക് നല്ല കൃഷിസ്ഥലം ഇല്ല എന്നുള്ള ഒരു പരാതി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, ഇപ്പം നഗരപ്രദേശങ്ങളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും നമ്മുടെ ആളോഹരി വസ്തുവിൻ്റെ ലഭ്യത കുറഞ്ഞിരിക്കുകയാണ്. കാരണം കൂടുതൽ കുടുംബങ്ങളും അതുപോലെ തന്നെ വീടുകളും വരുമ്പോൾ തീർച്ചയായിട്ടും കൃഷിസ്ഥലങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം കൂടുതൽ ആൾക്കാരും ഈ മട്ടുപ്പാവ് ഉള്ള ഭവനങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് നല്ല കൃഷിസ്ഥലം, സൂര്യപ്രകാശമുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ അവരുടെ മട്ടുപ്പാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവിടെ സൂര്യപ്രകാശമില്ല എന്നുള്ളൊരു പരാതി നമ്മൾ വരത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, മട്ടുപ്പാവിലല്ലാതെ കൃഷി സ്ഥലമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക, മട്ടുപ്പാവ് മാത്രമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ കൃഷിസ്ഥലം ഇല്ല എന്നുള്ള ഒരു പരാതി കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. സ്നേഹപൂർവ്വം, ഹരികുമാർ മാവേലിക്കര.